ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് വിവാഹപ്പൊരുത്തത്തെ പറ്റിയാണ് പറയുന്നത്. പല ആൾക്കാർക്കും ഒരുപാട് സംശയം കാണും. എൻ്റെ കുട്ടിയുടെ ഭാവി എങ്ങനായിരിക്കും, ഞാൻ അഥവാ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണുമോ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വരനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം ഉണ്ടോ? കാരണം അത് പറയാൻ കാരണം അടുത്ത കാലത്ത് നമുക്ക് കേരളത്തിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൂയിസൈഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലേഡീസിനെ ഹറാസ് ചെയ്ത്, അപ്പോൾ ഇന്നത്തെ യങ് ജനറേഷനിൽ വരുന്ന ആൾക്കാർക്ക് പോലും കല്യാണം പോലും കഴിക്കാൻ പേടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് ഇങ്ങനൊരു വിഷയം നമുക്ക് ചർച്ചയ്ക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഇങ്ങനെ മനുഷ്യനെ പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ മാതിരി വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ അസ്ട്രോളജി പ്രകാരം നോക്കുകയാണെന്നേരി, പ്രത്യേകിച്ച് വേദിക് അസ്ട്രോളജി പ്രകാരം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വേദപ്പൊരുത്തം എക്സാമ്പിളിന്, രാശിപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, യോനിപ്പൊരുത്തം, വശ്യാതീതപ്പൊരുത്തം, ദിനപ്പൊരുത്തം, അങ്ങനെ പൊരുത്തങ്ങൾ എത്ര നോക്കി കല്യാണം കഴിച്ചാലും പല കേസുകളും ഡൈവേഴ്സിലെത്തുന്നു. അപ്പോൾ പല ആൾക്കാർ ലവ് മാരേജ് കഴിക്കുന്നു, എന്നാൽ അത് കുറേ ഒക്കെ ഭംഗിയായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും നല്ല മനപ്പൊരുത്തം ഉണ്ടെന്നൊരു നല്ലൊരു പൊരുത്തമാണ്. പക്ഷേ നമുക്കിവിടെ വേറെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. നമുക്ക് ഈ ഗ്രഹങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പൊരുത്തം അല്ലെ ഒരു വേദപ്പൊരുത്തം, രാശിപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, വശ്യാതീതപ്പൊരുത്തം, അങ്ങനെ പൊരുത്തങ്ങൾ പലതുണ്ട്. അപ്പം ഈ നമുക്ക് ഒരു കല്യാണം കഴിക്കുമ്പം ആദ്യം വേദപ്പൊരുത്തം മാച്ചായിരിക്കണം, രഞ്ജുപ്പൊരുത്തം മാച്ചായിരിക്കണം. അപ്പോൾ ഈ രഞ്ജു ദോഷം വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അകാല മൃത്യു എന്നാണ് പറയുന്നത്. അതേമാതിരി വേദപ്പൊരുത്തവും ജീവിതത്തിൽ ഒരു സമ്പത്ത് കാണുകയില്ല, ഉയർച്ച കാണുകയില്ല, അങ്ങനെ പ്രശ്നത്തിൽ പെടും. പക്ഷേ ഇതിനുപരി നമ്മൾ ഇവിടുത്തെ ഈ വേദിക് ജ്യോതിഷത്തിൽ ഇല്ലാത്ത ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആ ബൃഹനാടിയുമായിട്ടൊക്കെ ഡീപ്പായിട്ട് പറയുമ്പോൾ നമ്മളവിടെ ഗ്രഹങ്ങളെ നോക്കിയാണ് സംസാരിക്കുന്നത്. ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പം ഒരു ലേഡി ആയാലും ജെൻസ് ആയാലും അവരെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് 2 ഗ്രഹങ്ങളെയാണ് നോക്കുന്നത്. ചൊവ്വായും ശുക്രന്. അത് സാധാരണ ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ആൾക്കാർ കല്യാണം കഴിക്കാതെ ചൊവ്വ ദോഷമുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അതല്ല അതിൻ്റെ ഫാക്റ്റ്. ചൊവ്വയുമായിട്ടുള്ള ഓരോ ആംഗിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അത് 1539, അപ്പോൾ 2610, 3711, 4812. അപ്പോൾ അങ്ങനെ ഓരോ ആംഗിളിൽ നിന്ന് കണക്ടിവിറ്റി ഉണ്ട്. അതുമാത്രമല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, അതായത് 1 നിന്ന് 7 അപ്പോൾ ഇവിടെ പലരും ഈ 7ാം ഭാവം മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ 7ാം ഭാവം മാത്രം നോക്കി കല്യാണം കഴിക്കാന്ന് പറയുന്നത് 100% തെറ്റാണ്. കാരണം ഇവിടെ ആംഗിൾ വരിക എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കാരുകൾ മാതിരി ആംഗിളിലാണ് വരുന്നത്. അപ്പം എല്ലാം നക്ഷത്രമാണല്ലോ. അപ്പോൾ ആ ആംഗിളിൽ കൂടെ ഏതെങ്കിലും ആംഗിളിൽ നമ്മുടെ ഈ ഒരു ലേഡിയുടെ ആയെന്നവരിൽ ശുക്രനുമായിട്ടോ അല്ലെന്നൊരു ജെൻസിൻ്റെ ആയെന്നവരിൽ ഈ പറഞ്ഞ കുജനുമായിട്ടോ, കുജനെന്ന് പറഞ്ഞാൽ ചൊവ്വായും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ കല്യാണം കഴിക്കുന്നതിൻ്റെ ആയിട്ടുള്ള പ്രശ്നം, പ്രത്യേകിച്ച് കേതു കയറി കണക്റ്റായി അങ്ങനെ ഉണ്ടെന്നൊരു അവർക്ക് വിവാഹത്തിൻ്റെ ആയിട്ടുള്ള ഡിലേ. അപ്പം നമ്മൾ ഗ്രഹങ്ങളെ ഒരാൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല അറിവടി. അവർക്ക് നല്ല സൈക്കോളജിക്കലൊക്കെ ഒരു നമ്മളെന്താ അവരോട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളപ്പം അതിന് റെമഡി ചെയ്യാം, ഒരുപാട് റെമഡി ചെയ്യാം. അപ്പോൾ കേതുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് റെമഡികളുണ്ട്. അപ്പം കേതു മാത്രമല്ല, സപ്പോസ് ഈ ഇതിൻ്റെ കൂടെ ശുക്രൻ്റെ കൂടെ മൂന്ന് വന്നു, ഡിപ്രഷൻ, മൈൻഡിൽ ഒരുപാട് ആദിവേദികൾ, അങ്ങനെ പ്രശ്നങ്ങൾ, മൈൻഡ് ഒരു സെറ്റല്ല, എന്തെങ്കിലും ഒരു വിഷമിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതേമാതിരി ചില കേസ് ഈ ശുക്രനും ഇതും തന്നെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നമുണ്ട്. ശുക്രനും അതേപോലെ ചൊവ്വായും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം കേതു അവിടെ കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, ബുധൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നം. കാരണം അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാം കൂടെ ഒറ്റയടിക്കലിലെ ആൾക്കാരെ പേടിപ്പിക്കാനല്ല. അപ്പോൾ അതുമായിട്ട് ഓരോ സംഭവമുണ്ട്. സപ്പോസ് രാഹു എവിടെ കയറി കണക്ട് ചെയ്ത പ്രശ്നമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ആംഗിൾ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഓരോ വിവാഹപ്പൊരുത്തത്തിൻ്റെ ആയാലും കാര്യങ്ങൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പ്രത്യേകിച്ച് ശുക്രൻ്റെ കൂടെ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആഫ്റ്റർ മാരേജ് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതേപോലെ കുജൻ്റെ കൂടെ ആയാലും ബുധൻ കണക്റ്റഡ്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള അവർക്കൊരു ലവ് അഫെയർ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ A-Z കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമുക്കുണ്ട് ഇന്ന്. അതേമാതിരി കേതു എന്ന് പറഞ്ഞാൽ കത്രിക എന്ന് പറഞ്ഞാൽ അത് കയറി നമുക്ക് കുജനെയും അല്ലെങ്കിൽ ശുക്രനെ ഏതാണെന്നോ പെണ്ണാണെന്നോ അവരുടെ ഗ്രഹങ്ങളെ കയറി ആംഗിൾ ഡയറക്റ്റ് അല്ലെന്ന് ആ ഗ്രഹത്തിൽ തന്നെ കയറി വന്നെന്ന് വെച്ചു. ഗ്രഹത്തിൽ വന്നു കഴിഞ്ഞാൽ 100% അവിടെ ആ സംഭവം സംഭവിച്ചിരിക്കും.
അപ്പോൾ അതിനും നമുക്ക് അത് കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് അതിന് ഏത് ഗ്രഹമാണ് എന്താണ് നമുക്ക് പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഗ്രഹത്തിനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി. പക്ഷേ നമ്മുടെ ബർത്ത് ചാർട്ടിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കും. പക്ഷേ എന്നൊരു നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 70% വരെ നമ്മൾ റെമഡി ചെയ്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഫലം മീൻസ് കാഠിന്യം കുറയ്ക്കാൻ പറ്റും. സപ്പോസ് ഇപ്പം നമുക്ക് ഒരു ചൊവ്വയുടെ ഒരു ദിശ, സപ്പോസ് ഒരാൾ ഒരു ലേഡി കല്യാണം കഴിച്ച് ആ ലേഡി എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പോൾ ആ ലേഡി കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആ ലേഡിയുടെ ശുക്രനുമായിട്ട് ഈ ചൊവ്വയുടെ കണക്ഷൻ. അപ്പോൾ ആ ചൊവ്വ അതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ്. ഈ ചൊവ്വായുമായിട്ട് കേതു കയറി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പവിടെ ആക്സിഡൻറ്റ് യോഗം ഉണ്ട്, ഉറപ്പാണ്. ആക്സിഡൻറ്റ് പറ്റും ഹസ്ബൻഡിന്. അതായത് ആ ലേഡിയുടെ ബർത്ത് ചാർട്ടിൽ നിന്ന് നമുക്കറിയാൻ പറ്റും ലേഡിയുടെ ഹസ്ബൻഡിന് ഇന്ന പ്രശ്നം പറ്റും, അല്ല ലേഡിയുടെ ഹസ്ബൻഡിന് ധനയോഗം ഉണ്ടോ, ദരിദ്രയോഗമുണ്ടോ, പിന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട യോഗമുണ്ട്. അപ്പോൾ ഉള്ള യോഗം ആ ആളിനും കൂടെ നെഗറ്റീവായിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പിന്നെയും പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഗ്രഹങ്ങളെ നോക്കി പ്രത്യേകിച്ച് വേണം ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ ചൊവ്വ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും പിടിവാശി, കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡാണ്, വാരിയറാണ്. അവിടെ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു സഡൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് കലിതുള്ളി അല്ലെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഉള്ള സാഹചര്യം. പ്രത്യേകിച്ച് അവിടെ സൂര്യനൂടെ കയറി വന്നാൽ അതിലും പ്രശ്നം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേന് അതോറിറ്റിയുടെ ഗ്രഹമാണ് സൂര്യന്. അപ്പം ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് നടക്കാവും, ഞാൻ പറയുന്നതാണ് 100% ശരി. അപ്പോൾ ഒരു വിട്ടുവീഴ്ച മനോഭാവം ഇല്ല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പോലും അവർ കല്യാണം കഴിക്കാൻ ഒരു സമയത്ത് അവരെ കാര്യങ്ങൾ നല്ലൊരു കൗൺസിലിംഗ് മാതിരി കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരെയും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. വീട്ടുകാർക്കായാലും അങ്ങനെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ലോങ് ടൈമിൽ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രണയിച്ചിരിക്കുന്ന ആൾക്കാർ, പക്ഷേ അവർക്ക് നോക്കാം ഇവിടെ റെമഡീസ് ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, റെമഡികളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ അലൈൻ ചെയ്ത് ഇരിക്കുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വെറുതെ ജസ്റ്റ് നോക്കിയിട്ട് രാശിപ്പൊരുത്തം അല്ല വശിപ്പൊരുത്തം, യോനിപ്പൊരുത്തം, വശ്യാതിപ്പൊരുത്തം, വേദപ്പൊരുത്തം, ദിനപ്പൊരുത്തം, അങ്ങനെ ചില ഇത് മാത്രം നോക്കാതെ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പോൾ അപ്പോഴേ അങ്ങനെ വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ ധനം കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ഒരു ആളിൻ്റെ അപ്പോൾ ശുക്രമൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കുക, ശുക്രനുമായിട്ട് കണക്റ്റാക്കുക. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുക, ഒരാളെ ഒരു ലേഡി ആണിനെ കല്യാണം കഴിക്കുക. അപ്പോൾ അവരുടെ ശുക്രനെന്ന് പറഞ്ഞാൽ ശുക്രനുമായിട്ട് കയറി കണക്റ്റ് ആയി കഴിഞ്ഞാലും ആ കല്യാണം കഴിക്കുന്ന കുട്ടി കൂടെ അത് അനുഭവിക്കും. കാരണം ശുക്രനെന്ന് പറഞ്ഞാൽ ധനവും അവിടെ കല്യാണം മാത്രമല്ല സമ്പത്താണ്. അപ്പോൾ സമ്പത്തിനെ കട്ട് ചെയ്ത് കഴിയും എന്നുള്ളതാണ് അപ്പോൾ കേതു കയറി കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഓരോ ചാർട്ട് അനലൈസ് ചെയ്ത് ഡീപ്പായിട്ട് പോയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യാതെ കല്യാണം കഴിക്കുന്നതിൻ്റെയാണ് പല പ്രശ്നങ്ങളും ഇന്നിവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇപ്പം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്ത് വേണമെന്നൊരു 250 രൂപ വാങ്ങിക്കുന്നവർ കാണുമായിരിക്കും, അറിഞ്ഞുകൂടാ. അപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വേണമെന്നൊരു ജസ്റ്റ് പൊരുത്തം എഴുതി. കാരണം ഇത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് ഇപ്പം നോർമലി നമുക്കൊക്കെ ഒരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അത്രയും ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ഫൈനൽ സ്റ്റേജിലാകുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാം 100% ഒരു കല്യാണം ഫൈനലാകുന്ന ഒരു സമയത്ത് നോർമലി ഓക്കെ നമ്മളിപ്പോൾ ഒരു വിവാഹം എടുത്തു, അവരുമായിട്ട് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്കപ്പോൾ ഓക്കെ ആണോന്ന് അറിയാൻ അവരുമായിട്ട് ഇതെല്ലാം നോക്കി, നാളെല്ലാം നോക്കി ചേരുമോ ഇല്ലയോ നോക്കി ചേരും, ഓക്കെ അങ്ങനെയുള്ളത് ആലോചിക്കുക. പക്ഷേ ഏറ്റവും ഒടുവിൽ ഫൈനലാകുന്നുണ്ട് ഒരു വയസ്സ് ഇപ്പോൾ 5, 6, 8, 10 ചിലപ്പോൾ ആലോചിക്കുമ്പോഴേക്കും ഒരെണ്ണം പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെ പിന്നെ ഫൈനലായിട്ടൊരു അനലൈസ് അല്ലാതെ ചെയ്യുക. അല്ലെന്ന് വരിയിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു കൗൺസിലിങ്ങും അതേമാതിരിയുള്ള കാര്യങ്ങൾ രണ്ടുപേരോടും കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കാര്യങ്ങൾ ഓരോരുത്തരുടെ കാര്യങ്ങളെ ഇന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കല്യാണം പോലും കഴിക്കാൻ. അല്ലെന്ന് വരിക അതുകൊണ്ടാണ് ഈ മാര്യേജുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ ഒരു വ്യക്തിയെപ്പറ്റി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതുമായിട്ട് വിവാഹപ്പൊരുത്തമായിട്ട് പറയാനുള്ള അഡീഷണലായിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ആസ്ട്രോളജിയോ ന്യൂമറോളജിയോ വേദിക് ന്യൂമറോളജിയോ മൊബൈൽ ന്യൂമറോളജിയോ ലാൽ കിതാബ് പഞ്ചഭക്ഷി ശാസ്ത്രം നാഡി അസ്ട്രോളജി മെഡിക്കൽ അസ്ട്രോളജി ലാൽ കിതാബ് അപ്പോൾ അങ്ങനെ ചന്ദ്രകലാ നാഡി അപ്പോൾ എന്തെങ്കിലും KP അസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുള്ളത് ഇതുണ്ടെന്ന് വരില്ല. നമുക്ക് ഇവിടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂമറോളജി ഒക്കെ ആണെങ്കിലും വേദിക് ന്യൂമറോളജി ഉണ്ട്, മൊബൈൽ ന്യൂമറോളജി ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഇതിൻ്റെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇതുമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ.